الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. അല്ലാമ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബഹജത്തു ഖുലൂബിൽ അബ്റാർ എന്ന് പറയുന്ന പുസ്തകത്തിലുള്ള മൂന്നാമത്തെ ഹദീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനും കേൾക്കാനും ആഗ്രഹിക്കുന്നത്. അൻ തമീമിദ് ദാരി റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم الدين النصيحة. തമീമുദ് ദാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, അദ്ദീനു അന്നസീഹത്തു, അദ്ദീനു അന്നസീഹത്തു, അദ്ദീനു അന്നസീഹത്തു. 3 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥ ദീൻ എന്ന് പറയുന്നത് ആത്മാർത്ഥതയാണ്, ഗുണകാംക്ഷയാണ്. ആരോടൊക്കെയാണ് നമ്മൾ നസീഹത്ത് ചെയ്യുന്നു, സതുപദേശമാണ്. പല അർത്ഥത്തിലും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ പരിഭാഷയിൽ നമുക്ക് കാണാൻ കഴിയും. ആരോടൊക്കെയാണ് നമ്മൾ നസീഹത്ത് നടത്തുന്നത്, അവരോട് ശുദ്ധമായ മനസ്സിൻ്റെ ഉടമയായി നാം വർത്തിക്കുക എന്നുള്ളത്. ആരോടൊക്കെയാണ് നമുക്ക് നസീഹത്ത് ഉണ്ടാവേണ്ടത്? ഖാലൂ ലിമൻ യാ റസൂലല്ലാഹ്. സഹാബത്ത് ചോദിച്ചു, ആരോടൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ശുദ്ധ മനസ്സിൻ്റെ ഉടമകളായി വർത്തിക്കേണ്ടത്? നമ്മുടെ വാക്കുകളിൽ കൂടെ, നമ്മുടെ പ്രവൃത്തികളിലൊക്കെ കൂടെ പ്രകടിപ്പിക്കുന്ന ഈ ശുദ്ധ മനസ്സിൻ്റെ ബഹിസ്ഫുരണങ്ങൾ, അതിൻ്റെ ഫലനങ്ങൾ, അത് ആരോടൊക്കെയാണ് ഉണ്ടാവേണ്ടത്? ഖാല ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വ ആമ്മത്തിഹിം. അള്ളാഹുവിനോട് നസീഹത്ത് വേണം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ പരിശുദ്ധമായ ഖുർആനിനോട് നസീഹത്ത് വേണം, അള്ളാഹുവിൻ്റെ റസൂലിനോട് നസീഹത്ത് വേണം, മുസ്ലിമീങ്ങളുടെ നേതൃത്വത്തിലുള്ള ആളുകളോട് നസീഹത്ത് വേണം. മുസ്ലിമീങ്ങളുടെ അഇമ്മത്ത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിലുള്ള ഇമാമുകൾ, വലിയുൽ അംർ അതിൽപ്പെടും, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അതിൽപ്പെടും. പിന്നെ ഓരോ ആൾക്കൂട്ടങ്ങൾക്കുള്ള ഭരണാധികാരികൾ നിശ്ചയിക്കുന്ന ഔലിയാ ഉൽ ഉമൂർ നേതൃത്വങ്ങൾ അതിൽപ്പെടും. മക്കളെ സംബന്ധിച്ച് മാതാപിതാക്കൾ അതിൽപ്പെടും, ഭാര്യമാരെ സംബന്ധിച്ച് ഭർത്താക്കന്മാർ അതിൽപ്പെടും. അഇമ്മത്തുൽ മുസ്ലിമീൻ വ ആമ്മത്തിഹിം, പൊതു മുസ്ലിമീങ്ങളോടും, പൊതു മുസ്ലിമീങ്ങൾ എല്ലാവരോടും ശുദ്ധ മനസ്സിൻ്റെ ഉടമകളായിക്കൊണ്ട് നമ്മൾ വർത്തിക്കണം. അതിൻ്റെ ചലനങ്ങളും അതിൻ്റെ പ്രതിഫലനങ്ങളും നമ്മുടെ വാക്കുകളിൽ കൂടെയും പ്രവർത്തനങ്ങളിൽ കൂടെയും അത് പ്രകടമാവുകയും വേണം. നസീഹത്ത് എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നു, ഹിയ കലിമത്തുൻ ജാമിഅത്തുൻ തതളമ്മനു ഇറാദത്തൽ ഖൈരി ലിൽ മൻസൂർ. ആർക്കാണോ നസീഹത്ത് നൽകപ്പെടുന്നത് അവർക്ക് നന്മ ഉദ്ദേശിക്കുക എന്നാണ് അതിൻ്റെ ആകത്തുക. അവർക്ക് നന്മ ഉദ്ദേശിക്കുക ദീനിലും ദുനിയാവിലും. വബദലുൽ ജുഹ്ദി ഫീ ഇർഷാദിഹി ലിമാ യൻഫഉഹു ഫീ ദീനിഹി വ ദുനിയ. സൃഷ്ടികളാണെങ്കിൽ അവരുടെ ദീനിലും ദുനിയാവിലും അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരെ എത്തിച്ചു കൊടുക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രമം നടത്തുക എന്നുള്ളത്. സൃഷ്ടികളോടുള്ള നസീഹത്തിൽ അവർക്ക് ദീനിലും ദുനിയാവിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ നമ്മളാൽ കഴിയുന്ന നിലക്കുള്ള വാക്കുകൾ ഉപദേശരൂപത്തിൽ, പ്രവൃത്തികൾ സഹായ രൂപത്തിൽ കൂടെ അതുണ്ടാവുക എന്നുള്ളതാണ്. വതഖ്ലീസിഹി മിനൽ ഗിശ്ശി വല്ലറർ. വഞ്ചനയോ ഉപദ്രവമോ അവർക്ക് ഉണ്ടാകുന്നതിൽ നിന്ന് അവരെ രക്ഷിക്കുക. അതിന് ഉപദേശ നിർദ്ദേശങ്ങൾ അതിലുണ്ടാകും, ശാരീരികമായി ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ അതിലുണ്ടാകും. ഭാഷയിൽ നസീഹത്ത് എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നത് അന്നുസുഹു വൽ ഖുലൂസു വനഖീദുൽ ഗിശ്. വഞ്ചനയുടെ എതിര് ശുദ്ധത, ശുദ്ധ പാല്, തേനി എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അസലുന്നാസിഹ എന്നൊക്കെ അറബികൾ പറയും. ശുദ്ധ തേനി എന്ന് പറയും, ഒരു മായവും വഞ്ചനയുമില്ലാത്ത. അപ്പം ആരോടൊക്കെയാണ് നസീഹത്ത് നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവേണ്ടത്? അള്ളാഹുവിനോടുണ്ടാവണം, അവൻ്റെ കിതാബിനോടും അവൻ്റെ റസൂലിനോടും മുസ്ലിമീങ്ങളുടെ നേതൃത്വങ്ങളോട്.
അതേപോലെ തന്നെ സാധാരണക്കാരായ മുസ്ലിമീങ്ങളോടൊക്കെ ശുദ്ധ മനസ്സിൻ്റെ ഉടമയായി വർത്തിക്കുക എന്നുള്ളത്. ഒരു ചതിയോ വഞ്ചനയോ അവരെ അപകടത്തിൽ ചാടിക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഒന്നുമില്ലാത്ത പരിശുദ്ധമായ മനസ്സിൻ്റെ ഉടമയായി വർത്തിക്കുക എന്നുള്ളതാണ്. നാം അവരോട് വർത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ വാക്കുകളിലും പ്രവൃത്തികളിലും ശുദ്ധമായ മനസ്സിൻ്റെ ഉടമകളായിക്കൊണ്ട് മുന്നോട്ട് പോകുക. സാങ്കേതികമായി അതിൻ്റെ അർത്ഥം തഖ്ദീമുർ റഅയി സ്വാദിഖ്, സത്യസന്ധമായ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുക. വത്തൗജീഹി, മാർഗനിർദ്ദേശങ്ങൾ. ലിഇസ്ലാഹി ഹാലി ഷഖ്സ്, ആ ആളുകളുടെ ആ വ്യക്തികളുടെ കാര്യങ്ങൾ നന്നാക്കാൻ വേണ്ടി അവർക്ക് അർഹപ്പെട്ട അവകാശങ്ങൾ കൃത്യമായി ലഭിക്കാൻ, നേടിയെടുക്കാൻ പര്യാപ്തമായ നിലക്കുള്ള മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പ്രവൃത്തികളും നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകാറുണ്ട്. നസീഹത്തിന്റെ മര്യാദകൾ പണ്ഡിതന്മാർ പറയുന്നത് അൻതകൂന സിർറൻ ലാ ജഹ്റൻ എന്ന്, അഥവാ രഹസ്യമായിട്ട് കൊടുക്കേണ്ടുന്ന ആ കാര്യങ്ങൾ നസീഹത്ത് അത് രഹസ്യമായിട്ട് കൊടുക്കണം. പരസ്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അതുപോലത്തെ ഉപദേശ നിർദ്ദേശങ്ങൾ, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കലും ഇൽമ പഠിപ്പിക്കലൊക്കെ ഇതുപോലെ പറ്റും. പക്ഷേ രഹസ്യമായിട്ട് മറ്റുള്ളവർ അറിഞ്ഞ് ആ വ്യക്തിക്ക് അതുകൊണ്ട് വഷളത്തരോ അവഹേളന ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെങ്കിൽ രഹസ്യമായിട്ട് കൊടുക്കണം. പ്രത്യേകിച്ച് ഭരണാധികാരികൾക്കോടുള്ള നസീഹത്തിൻ്റെ കൂട്ടത്തിൽ രഹസ്യമായിട്ടേ അത് അവരോട് നൽകാൻ പാടുള്ളൂ. പരസ്യമായിട്ട് സ്റ്റേജുകളിൽ വെച്ചോ മെമ്പറുകളിൽ വെച്ചോ മറ്റുള്ള സോഷ്യൽ മീഡിയകളിൽ കൂടെയോ പരസ്യമായത് ചെയ്യാനേ പാടില്ല. അത് വഷളത്തരമാവാൻ പാടില്ല അവർക്ക്. അതേപോലെ വതുഖദ്ദമു ബിറിഫ്ഖിൻ വലീൻ, മയത്തോടുകൂടെ മാന്യതയോടുകൂടെയൊക്കെയാണ് അത് അവർക്ക് നൽകേണ്ടത്. പരുഷമായിട്ടോ പ്രകോപനത്തിൽ കൂടെയോ ഭീഷണി രൂപത്തിലാകാൻ പാടില്ല. മഅഖ്തിയാരിൽ വഖ്തി വൽ മക്കാനിൽ മുനാസിബൈൻ, അനുയോജ്യമായ സമയം അതിന് സ്വീകരിക്കണം. അതേപോലെ തന്നെ അനുയോജ്യമായ സമയം സ്ഥലം ഒക്കെ അതിന് കാണണം. ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് ആയിരത്തിലൊരു തെറ്റ് കാണുമ്പോഴേക്കും നസീഹത്ത് എന്നുള്ള നിലക്ക് പരസ്യമായി പാടില്ല. ആരോടൊക്കെയാണ് നസീഹത്ത് ഉണ്ടാവേണ്ടത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഈ ഹദീസിൽ കൂടെ പറഞ്ഞു. അള്ളാഹുവിനോട് നസീഹത്ത് ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ കിതാബ് പരിശുദ്ധ ഖുർആനിനോട് വേണം, അവൻ്റെ റസൂലിനോടും വേണം, മുസ്ലിമീങ്ങളിലുള്ള അവരുടെ നേതൃത്വങ്ങളോട്, ഭരണാധികാരികളുടെ രൂപത്തിലുള്ളവരും പണ്ഡിതന്മാരുമൊക്കെ അതിൽ പെടും, സാധാരണക്കാരോടും. കററൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാദിഹിൽ കലിമ, 3 പ്രാവശ്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറഞ്ഞു. അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ എന്ന്. ഇഹ്തിമാമൻ ലിൽ മഖാം, അതിൻ്റെ പ്രാധാന്യം നമ്മളെ ഉണർത്താൻ വേണ്ടിയാണ്. വഇർഷാദൻ ലിൽ ഉമ്മ, സമുദായത്തിന് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടുമാണ്. അൻ യഅലമു ഹഖൽ ഇൽമി, ഇൽമിൻ്റെ അതിൻ്റെ കടമ, ആളുകൾക്ക് കാര്യങ്ങൾ അറിയിച്ച് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റേതായ പ്രാധാന്യം അവരറിയാൻ വേണ്ടിയിട്ട്. അന്നദ്ദീന കുല്ലഹു, നിശ്ചയം ദീനുൽ ഇസ്ലാം മുഴുവനും അതിൻ്റെ ബാഹ്യമായി ഉള്ള കാര്യങ്ങളും ആന്തരികമായ കാര്യങ്ങളും മുൻഹസിറുൻ ഫിൻ നസീഹ, നസീഹത്തിൽ ഉൾപ്പെട്ടതാണ്, പൂർണ്ണമായി അതിൽ നസീഹത്താണ്. ഈ പറയുന്ന 5 കൂട്ടരോട് നസീഹത്തുണ്ടാവാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മോട് പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത് അള്ളാഹുവിനോട് നസീഹത്ത് വേണം. എങ്ങനെയാണ് ഒരടിമക്ക് അവൻ്റെ റബ്ബും ഖാലിഖും മഅബൂദുമായ അള്ളാഹുവിനോട് നസീഹത്തുള്ള ആളാവല്? അത് അള്ളാഹുവിൻ്റെ ഹക്കായ തൗഹീദ് അത് അവൻ അംഗീകരിക്കുക, മുവഹിദായി ജീവിക്കുമ്പോഴാണ്. തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, ഈ പറയുന്ന തൗഹീദിൻ്റെ ഇനങ്ങളിൽ മുഴുവനും അള്ളാഹുവിനുള്ള അവകാശപ്പെട്ട അർഹതപ്പെട്ട കാര്യങ്ങൾ വകവെച്ചു കൊടുക്കാൻ തയ്യാറാകും. അള്ളാഹുവിനോട് പ്രത്യേകമായ ഈ കാര്യങ്ങൾ അവൻ മാത്രമേ അതിന് അർഹനുള്ളൂ എന്ന് വിശ്വസിക്കുക, അത് അംഗീകരിക്കാൻ തയ്യാറാകും. അള്ളാഹുവിനോടുള്ള ഈ ബാധ്യതകളിൽ ഒരാൾ കുറവ് വരുത്തി, വീഴ്ച വരുത്തി, മറ്റൊന്നിനെ സൃഷ്ടികളിൽപ്പെട്ട വ്യക്തികളെ വസ്തുക്കളെ പങ്കു ചേർത്താൽ അവൻ അള്ളാഹുവിനോട് ശുദ്ധ മനസ്സിൻ്റെ ഉടമയായി വർത്തിച്ചിട്ടില്ല എന്നുള്ള ആ നസീഹത്ത് അവൻ പാലിച്ചില്ല എന്നുള്ള ആ കടമ, ആ ബാധ്യത അവൻ നിർവഹിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അൽ ഇഅ്തിറാഫ് ബി വഹ്ദാനിയ, അള്ളാഹുവിൻ്റെ ഏകത്വം കൊണ്ട് അംഗീകരിക്കുക. വതഫറുദിഹി ബി സിഫാത്തിൽ കമാലി അലാ വജ്ഹിൻ ലാ യുശാരികുഹു ഫിഹാ മുശാരിക്, അള്ളാഹുവിനോട് പ്രത്യേകം അവൻ്റെ പവിത്രമായ പരിപൂർണമായ വിശേഷണങ്ങളിൽ അവൻ ഏകനാണ്.
അള്ളാഹുവിൻ്റെ മഹത്തായ ഉന്നതമായ നാമങ്ങളും ഉത്തമമായ വിശേഷണങ്ങളിലും അത് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമേ ഉള്ളൂ. അവനോട് അർഹരായ ഒരു വസ്തുവും ഒരു വ്യക്തികളും ഇല്ല എന്ന് അംഗീകരിക്കാൻ തയ്യാറാണ്. ശിർക്കിയായി ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ റുബൂബിയ്യത്തിലുള്ള ശിർക്ക് ചെയ്യുന്നവർ, ഉലൂഹിയ്യത്തിലുള്ള ശിർക്ക് ചെയ്യുന്നവർ, അതേപോലെ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിൽ മറ്റുള്ള ആളുകൾക്ക് മറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നവരാണ്. എവിടെ വെച്ചാലും വിളിച്ചാൽ അവരെ കേൾക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളും ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവരാണ്. ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുന്ന ആളുകൾ അള്ളാഹുവിനോടുള്ള ആ നസീഹത്ത് അത് നിർവഹിക്കാത്തവരാണ്. അവരുടെ മനസ്സ് ശുദ്ധമല്ല, വിഷയത്തിൽ കളങ്കരഹിതമാണ്, വഞ്ചനാമുക്തമായ മനസ്സിൻ്റെ ഉടമകളാണ് അവർ അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കാത്തവരാണ്. അതേപോലെ വൽ ഖിയാമു ബിഉബൂദിയത്തിഹി ളാഹിറൻ വബാത്തിനൻ, ഉള്ളും പുറവും അള്ളാഹുവിനോടുള്ള ആ ഉബൂദിയത്ത്, പ്രത്യക്ഷത്തിലുള്ള ഇബാദത്തുകളും നമ്മുടെ ഖൽബിയായിട്ട് ഹൃദയം കൊണ്ട് നിർവഹിക്കുന്ന ഇബാദത്തുകൾ, മഹബ്ബത്തൻ അള്ളാഹുവിനുള്ള സ്നേഹം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, അള്ളാഹുവിനോടിൻ്റെ മേലുള്ള തവക്കുൽ, കാര്യങ്ങൾ പരമേൽപ്പിക്കൽ, അള്ളാഹുവിനെ മാത്രം പ്രതീക്ഷിക്കൽ, ഈ കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിനോടുള്ള ആ കടമ, ആ ഉബൂദിയത്ത് അത് നിർവഹിക്കുക. വൽ ഇനാബത്തു ഇലൈഹി ഫീ കുല്ലി വഖ്തിൻ, എല്ലാ സമയവും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുന്ന മനസ്സിൻ്റെ ഉടമകളായി മുന്നോട്ട് പോകും. അടിമകളാകുമ്പോൾ നമ്മൾക്ക് വീഴ്ചകളുണ്ടാകും. ഒരു പക്ഷേ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ കുറവ് പിടിപെടും. നിർവഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ വീഴ്ചകളുണ്ടാകും. കരുതിയതുപോലെ ആകൂല, പരിപൂർണമായ രൂപത്തിലാകൂല. അതേപോലെ അള്ളാഹു നിഷിദ്ധമാക്കിയ, ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മൾക്ക് വന്നു പോകും. അറിഞ്ഞും അറിയാതെയും വന്നു പോകും. ചിലപ്പോൾ നമ്മൾക്ക് തെറ്റുകൾ ധാരാളം വരുന്നുണ്ടാകും. പക്ഷെ ഞാൻ വളരെ നല്ലൊരവസ്ഥയിലാണ് എന്നുള്ള തെറ്റായ ധാരണയിൽ, ശ്രദ്ധയിൽ മുന്നോട്ട് പോകും. എൻ്റെ അടുത്ത് അങ്ങനെ വലിയ തെറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, തർക്കമില്ലാത്തൊരവസ്ഥയിലാണല്ലോ എന്നൊരു തോന്നലോടുകൂടി, ഇതൊക്കെ വലിയ വീഴ്ചകളാണ്. അപ്പം അതിൽ നിന്നൊക്കെ ഒഴിവായി എല്ലാ സമയത്തും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായി ആ ഒരു മാനസികാവസ്ഥയിൽ മുന്നോട്ട് പോകുക എല്ലാ സമയത്തും. വത്വലബു റഗ്ബത്തൻ വറഹ്ബ, അള്ളാഹുവിനെ ഒരു ഭാഗത്തിൽ കൂടെ അവൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചവരായിട്ട്, മറുഭാഗത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടവരായിട്ട് അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ തേടിക്കൊണ്ട് മുന്നോട്ട് പോകുക. തൗബയും ഇസ്തിഗ്ഫാറും സദാസമയത്തും ഒരടിമയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിലും ജീവിതത്തിൻ്റെ ഇടയിലും അവൻ്റെ അവസാന സമയങ്ങളിലുമൊക്കെ തൗബയും ഇസ്തിഗ്ഫാറും എപ്പോഴും അവനുണ്ടാകുക. ലിഅന്നൽ അബ്ദ ലാ ബുദ്ദ ലഹു മിന തഖ്സീരി ഫീ ശൈഇൻ മിൻ വാജിബാതിഹി, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ എത്ര നാം ശ്രദ്ധിച്ചാൽ പോലും വീഴ്ചകൾ വരാതിരിക്കുകയില്ല, ഉണ്ടാകും, കുറവുകൾ പറ്റും. അതേപോലെ നാം എത്ര ശ്രദ്ധിച്ചാൽ പോലും അള്ളാഹു നിഷിദ്ധമാക്കിയ, ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മൾക്ക് വന്നു പോകും. വബിത്തൗബത്തിൽ മുലാസിമത്തി വൽ ഇസ്തിഗ്ഫാരി താമി യൻജബിറു നഖ്സുഹു വയതിമ്മു അമലുഹു വഖൗലുഹു, സദാസമയവും തൗബയും ഇസ്തിഗ്ഫാറുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് വന്ന കുറവുകൾ അത് പരിഹരിച്ചു പോകും. പ്രവർത്തനങ്ങളും വാക്കുകളൊക്കെ അത് പൂർണ്ണമായി അള്ളാഹുവിനോടുള്ള യഥാർത്ഥ നസീഹത്തുള്ള, ഗുണകാംക്ഷയുള്ള, ശുദ്ധ മനസ്സിൻ്റെ ഉടമയായവനും മുന്നോട്ട് പോകാൻ കഴിയും. പരിശുദ്ധ ഖുർആനിനോടുള്ള നസീഹത്ത്, ആ ഖുർആനിൻ്റെ വാക്കുകളെ ശരിയായ നിലക്ക് പഠിക്കാൻ തയ്യാറാകുക. അക്ഷരങ്ങളെ ശരിക്കും അതിൻ്റെ മഖാരിജുകളിൽ നിന്ന്, അത് പുറപ്പെടുന്ന സ്ഥാനങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി നല്ല നിലക്ക് അതിനെ പാരായണം ചെയ്യുക. അതേപോലെ അത് മനഃപ്പാഠമാക്കുക. അതിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഉറ്റ് ആലോചിക്കുക, ചിന്തിക്കുക. ആ ഖുർആനിനനുസരിച്ച് തൻ്റെ വാക്കുകളും പ്രവൃത്തികളും വിശ്വാസവും ചിട്ടപ്പെടുത്താൻ, അതനുസരിച്ച് ശരിയാക്കാൻ തയ്യാറായി ആ ഖുർആനിനനുസരിച്ച് അവൻ്റെ സ്വഭാവവും ജീവിതവും അവൻ നന്നാക്കിയെടുക്കുക. പരിശുദ്ധ ഖുർആനായിരിക്കണം അവൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അവന് മുന്നിൽ നിൽക്കുന്നത്. അതിലുള്ള അധ്യാപനങ്ങളായിരിക്കണം അവനുള്ള വഴികാട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ച നിലക്ക് അതിൻ്റെ വിശദീകരണത്തോടുകൂടെ ശേഷം അത് പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള നസീഹത്ത് എന്ന് പറയുന്നത് ഫഹിയൽ ഈമാനു ബിഹി വ മഹബ്ബത്തു, പ്രവാചകനുള്ള വിശ്വാസം, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആ വിശ്വാസം അത് കൃത്യമായി പാലിക്കുക. പ്രവാചകനോടുള്ള സ്നേഹം അതുണ്ടാവുക. അവൻ്റെ സ്വന്തം മാതാപിതാക്കളിലേറെ, മക്കളിലേറെ, അവൻ്റെ സമ്പത്തിനിലേറെ, സ്വന്തം ശരീരത്തിനിലേറെ
അതിലേറെ കൂടുതലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ സ്നേഹം മുന്നിട്ട് നിൽക്കുക. വതഖ്ദീമുഹു ഫീഹ, ആ മഹബത്തിന്റെ വിഷയത്തിൽ പ്രവാചകനോടുള്ള ആ സ്നേഹത്തിനെ അവൻ മുന്നിട്ട് നിർത്തുക. അലൻ നഫ്സി വൽ മാലി വൽ വലദ്, അവൻ്റെ സ്വന്തം ശരീരത്തിനിലേറെ, സമ്പത്തിനിലേറെ, അവൻ്റെ മക്കളിലേറെ, മാതാപിതാക്കളിലേറെ, അവരോടൊക്കെയുള്ള സ്നേഹത്തിനിലേറെ പ്രവാചകനോടുള്ള ആ സ്നേഹത്തിന് മുൻഗണന കൊടുക്കുക. പ്രവാചകനോടുള്ള ആ സ്നേഹത്തിന് മുൻഗണന കൊടുക്കുക. വത്തിബാഉഹു ഫി ഉസൂലിദ്ദീനി വഫുറൂഇഹി, ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളിലും മറ്റുള്ള ആരാധനകൾ, ഇസ്ലാമിൻ്റെ അവൻ്റെ സ്വഭാവങ്ങൾ, ഇടപാടുകൾ, ഓരോ കാര്യങ്ങളിലും ആ പ്രവാചകനായിരിക്കണം മാതൃക. പ്രവാചകന്റെ സുന്നത്തിനായിരിക്കണം മുൻഗണന. അള്ളാഹുവിൻ്റെ റസൂൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു കൽപ്പിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ താല്പര്യങ്ങൾക്കോ അതല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ അഭിപ്രായത്തിനോ ഒരു മുൻഗണനയും കൊടുക്കാതിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത്. സുന്നത്ത് സഹീഹായി വന്നാൽ ഒരാളെ വാക്കിനെയും പിന്നെ ആ സുന്നത്തിലേറെ മുൻകടക്കാനോ മുന്തിക്കാനോ പ്രാധാന്യം കൊടുക്കാനോ പാടില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം നമുക്ക് നിയമമാക്കി കൽപ്പനയാക്കി നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് എതിരായിക്കൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മുഅ്മിനിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല, ഒരു മുഅ്മിനത്തായ സ്ത്രീയുടെ സ്വഭാവത്തിലും പെട്ടതല്ല. അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം നമുക്ക് നിയമമാക്കി തന്നാൽ അതായിരിക്കണം പിന്നെ ഇവനെ പിൻപറ്റേണ്ടത്, സ്വീകരിക്കേണ്ടത്. ആ പറയുന്ന നിയമമായിരിക്കണം പിന്നീട് അവൻ സ്വീകരിക്കേണ്ടത്. അതിന് വിരുദ്ധമായി മറ്റൊരഭിപ്രായം അവൻ അതിന് മുൻഗണന കൊടുക്കാനോ പരിഗണന കൊടുക്കാനോ സ്വീകരിക്കാനോ പാടേയില്ല. അതൊരു മുഅ്മിനിന്റെ സ്വഭാവത്തിൽപ്പെട്ടത്, മുഅ്മിനായ സ്ത്രീ പുരുഷന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതേ. ത്വാഅത്തുഹു ഫീമാ അമർ, അള്ളാഹുവിൻ്റെ റസൂൽ ഏതൊക്കെ കാര്യങ്ങൾ കൽപ്പിച്ചു അതിൽ ആ റസൂലിനെ അനുസരിക്കാൻ തയ്യാറാവണം. ഏതൊക്കെ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങളിൽ, ആരാധനകളിൽ, സ്വഭാവത്തിൽ, അദബുകളിൽ, ഈ കാര്യങ്ങളിൽ മുഴുവൻ ത്വാഅത്തുഹു ഫീമാ അമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യത്തിൽ അവിടുത്തെ അനുസരിക്കാൻ തയ്യാറാണ്. വജ്തിനാബു മാ അൻഹു നഹാ വസജർ, അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ച കാര്യങ്ങൾ അത് ഒഴിവാക്കാൻ തയ്യാറാവണം. അത് എനിക്ക് പറ്റിയോ, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ അത് നടക്കുവോ, അതല്ലെങ്കിൽ അതൊക്കെ ഈ കാലത്തിൽ യോജിക്കുവോ, ഒരു ന്യായീകരണങ്ങളും പറഞ്ഞ് എന്തെങ്കിലും ദേഹ ഇച്ഛകളെ അതിന് മുൻഗണന കൊടുത്ത് ഒരിക്കലും പ്രവാചകൻ എതിരായി അവിടുന്ന് വിരോധിച്ച കാര്യത്തിന് വിരുദ്ധമായി ചെയ്യാൻ പാടില്ല. വജ്തിനാബു മാ അൻഹു നഹാ വസജർ, അവിടുന്ന് വിരോധിച്ചു ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാകണം. ത്വാഅത്തുഹു ഫീമാ അമർ വജ്തിനാബു മാ അൻഹു നഹാ വസജർ വതസ്ദീഖുഹു ഫീമാ അഖ്ബർ, തസ്ദീഖുഹു ഫീമാ അഖ്ബർ. അള്ളാഹുവിൻ്റെ റസൂല് കഴിഞ്ഞു പോയ സമുദായങ്ങളുടെ പല കാര്യങ്ങളും ചരിത്രങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങൾ, ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സത്യമാണ് എന്ന് അംഗീകരിക്കാൻ തയ്യാറാവണം. അതൊക്കെ ഇപ്പം എങ്ങനെ നടന്ന കാര്യമാണോ, അതൊക്കെ നടക്കുമോ, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ, ഈ സംശയങ്ങൾ വെച്ചിട്ട് സംശയരോഗിയായി പോകരുത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണ്, സത്യമാണ്, സഹിയായ ഹദീസുകളിൽ കൂടെ വന്നതാണെങ്കിൽ വതസ്ദീഖുഹു ഫീമാ അഖ്ബർ സമിഅനാ വസദ്ദഖന, ഞങ്ങൾ കേട്ടു, പ്രവാചകൻ പറഞ്ഞു ഞങ്ങൾ കേട്ടു, അത് സത്യമാണ് എന്ന് ഞങ്ങൾ അംഗീകരിച്ചു വിശ്വസിച്ചു. പ്രവാചകൻ കൽപ്പിച്ച കൽപ്പനകളാണ് എന്നുണ്ടെങ്കിൽ സമിഅനാ വ അതാഅന, ഞങ്ങളത് കേട്ടു, ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾ കേട്ടു അനുസരിച്ചു. നമുക്ക് അത് പറ്റിയോ പറ്റിയില്ലേ, അത് ഈ കാലഘട്ടത്തിൽ യോജിക്കുകയോ ഇല്ല, ഒരു ന്യായീകരണങ്ങളും ഇല്ലാതെ സമിഅനാ വ അതാഅന. പ്രവാചകൻ പറഞ്ഞ ഏതെങ്കിലും റിപ്പോർട്ടുകളോ വിവരങ്ങളോ ആണ് എന്നുണ്ടെങ്കിൽ സമിഅനാ വ സദ്ദഖന, ഞങ്ങൾ കേട്ടു, സത്യമാണ്, ഞങ്ങൾ അംഗീകരിച്ചു വിശ്വസിച്ചു, ഒരു സംശയം അതിലില്ല. വതസ്ദീഖുഹു ഫീമാ അഖ്ബർ വഅല്ലാ യുഅബദല്ലാഹ ഇല്ലാ ബിമാ ശറഅ വഅല്ലാ യുഅബദല്ലാഹ ഇല്ലാ ബിമാ ശറഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച തെളിവുകളുടെ
അടിസ്ഥാനത്തിൽ മാത്രം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാം. ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ ഭാഗത്തിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങളും കൽപ്പനകളും ഇല്ലാതെ ഒരാളൊരു ഇബാദത്ത് എന്ന് പറഞ്ഞ് ചെയ്താൽ അത് തള്ളപ്പെടുന്നതാണ്, സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ ഏത് കാര്യങ്ങൾ നമ്മുടെ വിശ്വാസമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളാണെങ്കിലും ഏത് അമലുകളാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നുള്ള മാതൃക ഇതിൽ എന്താണ്, അത് പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകരു മുസ്ലിം. അള്ളാഹു അവൻ്റെ അമലുകളെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ റസൂലിനുള്ള ശുദ്ധ മനസ്സിൻ്റെ ഉടമയായി ഈ വ്യക്തി മുന്നേറുന്നു എന്നുള്ളത്, റസൂലിനുള്ള ഹക്ക് കൃത്യമായി പാലിക്കുന്നു, ആ പ്രവാചകനുള്ള ഹക്കുകൾ അവകാശങ്ങൾ ഇവൻ നിർവഹിക്കുന്നു, അതിൽ ഇവൻ്റെ മനസ്സിൽ യാതൊരു വക്രതയും വഞ്ചനയും യാതൊരു വഞ്ചനയുമില്ലാതെ മുന്നോട്ട് പോകുന്നു. ശുദ്ധ മനസ്സിൻ്റെ ഉടമയായി ആ പ്രവാചകനോടുള്ള കടമകൾ ഹക്കുകൾ ഇവൻ നിർവഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ വഅമ്മൻ നസീഹത്തു ലി അഇമ്മത്തിൽ മുസ്ലിമീൻ വത്തിബാഉഹു ഫി ഉസൂലിദ്ദീനി വഫുറൂഇഹി, ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളും ഇബാദത്തുകൾ, മുആമലത്ത്, ഇടപാടുകൾ, സ്വഭാവങ്ങളിലൊക്കെ പ്രവാചകനെ മാതൃകയാക്കി പിൻപറ്റുക. വതഖ്ദീമു ഖൗലിഹി അലാ ഖൗലി കുല്ലി അഹദ്, ആരെ വാക്കാണെങ്കിലും ഏത് വലിയ പണ്ഡിതൻ എന്ന് അറിയപ്പെടുന്ന ആളുകളാണെങ്കിൽ പോലും പ്രവാചകനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനായിരിക്കണം മുൻഗണന. മറ്റുള്ള ആരെ വാക്കാണെങ്കിലും അതിലേറെക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകൾക്ക് മുൻഗണന കൊടുക്കുക. വൽ ഇജ്തിഹാദു ഫിൽ ഇഹ്തിദാഇ ബിഹദീഹി, ആ പ്രവാചകൻ കൊണ്ടുവന്ന മാർഗനിർദ്ദേശങ്ങൾ, ഹിദായത്ത്, സന്മാർഗത്തിൻ്റെ വഴികൾ, അതനുസരിച്ച് ഹിദായത്ത് സ്വീകരിക്കാൻ, അത് അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാതൃകയാക്കി ഹിദായത്ത് സ്വീകരിക്കാനുള്ള പരിശ്രമം ഉണ്ടാകും ചെയ്യാം. ശരിയായ വിശ്വാസം, അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ശരിയായ വിശ്വാസം, തൗഹീദ്. അതേപോലെ തന്നെ പ്രവാചകന്റെ ആ സുന്നത്ത്, തൗഹീദും സുന്നത്തും കിതാബും സുന്നത്തും, അതായിരിക്കണം ഒരു മനുഷ്യൻ സദാസമയവും അവൻ പ്രാധാന്യത്തോടുകൂടെ പരിഗണിക്കേണ്ട കാര്യം. ഈ ലോകത്തും പരലോകത്തും അവന് വിജയിക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് കൊണ്ടുവന്ന മാർഗനിർദ്ദേശങ്ങൾ, ആ വഴികൾ അത് പരിശോധിക്കുക, ഖുർആനിൽ കൂടെയും സുന്നത്തിൽ കൂടെയും. ആ ഖുർആനും സുന്നത്തും ശരിയായ നിലക്ക് സ്വീകരിച്ച് അതിൽ നിന്ന് ഹിദായത്ത് സിദ്ധിച്ച ആളുകൾ അവിടുത്തെ സഹാബത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, സഹാബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് ഹിദായത്ത് ലഭിച്ചിട്ടുണ്ട് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും എന്ന് പറയുന്ന തസ്കിയത്ത്, അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള പ്രശംസ അവർ നേടിയെടുത്തവരുമാണ്. അവർക്കത് ലഭിച്ചു. അള്ളാഹു അവർക്ക് ഹിദായത്ത് ലഭിച്ചിട്ടുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് ഖുർആനിൽ കൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സുന്നത്തിൽ കൂടെയും വിവരം തന്നതുമാണ്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾ ആ പ്രവാചകന്റെ ഹദീ അഥവാ കിതാബും സുന്നത്തും നമുക്ക് വേണ്ടി ബാക്കി വെച്ച് പോയ ആ ഹദീ അത് സ്വീകരിക്കാൻ തയ്യാറാവും. അവിടുത്തെ അനുചരന്മാരത് സ്വീകരിച്ചത് എപ്രകാരമായിരുന്നോ അതേപോലെ സ്വീകരിക്കാൻ തയ്യാറാകും. അപ്പോഴേ ആ വ്യക്തി ഹിദായത്ത് ലഭിച്ചവനാവുകയുള്ളൂ. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. പ്രവാചകന്റെ അനുചരന്മാർ എപ്രകാരമാണ് വിശ്വസിച്ചത് അതുപോലെ ലോകത്ത് വരുന്ന മറ്റുള്ള ആരാണെങ്കിലും, ജൂതനസാറാക്കളാണെങ്കിലും മറ്റു ഖിയാമത്ത് നാൾ വരെ വരുന്ന ഏത് കാലഘട്ടത്തിലും ഏത് രാജ്യക്കാരായ ആളുകളാണെങ്കിലും അവർ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൂ, അവർക്ക് ഹിദായത്ത് ലഭിച്ചു എന്നുള്ളത്. ഇതാണ് ഉപാധി. പ്രവാചകൻ കൊണ്ടുവന്ന ഹദീ അതാണ്. തറക്തു ഫീകും മാ ലൻ തളില്ലു ഇൻ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തി. രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത്. അത് നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾക്ക് വഴികേടുണ്ടാവുകയില്ല. കിതാബുല്ലാഹി വസുന്നത്തിയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും. ഖുർആനിൻ്റെ വിശദീകരണമാണ് സുന്നത്ത്. ആ ഖുർആനിൻ്റെ ജീവിച്ചിരുന്ന ഒരു മാതൃകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ. അപ്പോൾ ആ പ്രവാചകന്റെ സുന്നത്തും അവിടുത്തെ സഹാബത്ത് സ്വീകരിച്ചതുപോലെ, അവർ മനസ്സിലാക്കിയതുപോലെ അവർ ആ ഖുർആനും സുന്നത്തിൽ നിന്നും അവരുടെ വിശ്വാസം എങ്ങനെ കരുപ്പിടിപ്പിച്ചു, അവർ ആ ഖുർആനും സുന്നത്തിൽ നിന്നും അവരുടെ ഇബാദത്തുകളെ എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയെടുത്ത് ചെയ്തത്, ആ ഖുർആനും സുന്നത്തിനനുസരിച്ചും അവരുടെ ജീവിതത്തിലുള്ള ഓരോ മേഖലകളും ഇടപാടുകളും സ്വഭാവങ്ങളും അവരുടെ മര്യാദകളും എങ്ങനെയാണ് അവർ ചിട്ടപ്പെടുത്തിയത്, അതേപോലെ മനസ്സിലാക്കി ഒരാൾ മുന്നോട്ട് പോയാൽ അവന് ഹിദായത്ത് ലഭിക്കും.
അവർക്ക് ഹിദായത്ത് ലഭിക്കും. നേരെ മറിച്ച് ആ സഹാബത്തിന് വിരുദ്ധമായി ഒരാൾ പറയാണ്, ഞാൻ ഖുർആൻ സ്വീകരിച്ചു, സുന്നത്ത് സ്വീകരിച്ചു, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും കിതാബിനോടും നുസ്ഹ് കാണിച്ചു, ശുദ്ധ മനസ്സിന്റെ ഉടമയായി പോവുകയാണ്, പക്ഷെ സഹാബത്ത് സ്വീകരിച്ചതിന് വിരുദ്ധമായ നിരക്കാണ് പോകുന്നു എന്നുണ്ടെങ്കിൽ അവൻ വഴികേടിലാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം. പ്രവാചകനോട് വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം ഖുർആനിൽ കൂടെ സുന്നത്തിൽ കൂടെ വ്യക്തമാക്കപ്പെട്ടതിന്റെ ശേഷം പ്രവാചകന് വിരുദ്ധമായി ഒരാൾ പോയാൽ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗം അല്ലാത്തതിനോട് പിൻപറ്റുകയും ചെയ്താൽ. മുഅ്മിനീങ്ങൾ എന്ന് ഈ ഖുർആൻ അവതരിക്കുന്ന ഇറങ്ങുന്ന സമയത്ത് അന്നത്തെ മുഅ്മിനീങ്ങൾ അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്, റസൂലിന്റെ സഹാബത്താണ്. അന്ന് വേറെ മുഅ്മിനീങ്ങളില്ല ലോകത്ത്. പിന്നീടൊക്കെ താബിഈങ്ങളും തബഉ താബിഈങ്ങളും അവരുടെ പിൻഗാമികളായിട്ടാണ് പിന്നീട് വരുന്ന ആളുകൾ. ഈ ആയത്തിറങ്ങുന്ന സമയത്തുള്ള ലോകത്തുള്ള മുഅ്മിനീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരാണ്. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, ആ മുഅ്മിനീങ്ങളുടെ മാർഗം അല്ലാത്തതിനോട് ഒരാൾ പിന്തുടരാനും പോയാൽ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവൻ പോകുന്ന വഴിയിലേക്ക് നാം അവനെ തിരിച്ചുവിടും. അള്ളാഹു കൈയൊഴിയും ആ വ്യക്തിയെ. അവൻ വഴികേടിലായി അവൻ ചെന്ന് പതിക്കുന്നത് ഖിയാമത്ത് നാളിൽ അവൻ നരകത്തിൽ ചെന്ന് പ്രവേശിക്കുകയും ചെയ്യും. അള്ളാഹു തആല നരകത്തിൽ കൊണ്ടുപോയിടും, അവൻ ഹിദായത്ത് ലഭിക്കൂല. അപ്പോൾ പ്രവാചകൻ കൊണ്ടുവന്ന ആ ഹദി അത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അതിൽ പരിശ്രമം വേണം, അത് പഠിക്കാൻ തയ്യാറാവണം, അതിൻ്റെ സദസ്സിൽ പങ്കെടുക്കണം, അത് കേൾക്കാനും അത് പഠിക്കാനും അത് മനസ്സിലാക്കി അതിലുള്ള സംശയങ്ങൾ വിശ്വസ്തരായ ആളുകളോട് ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ അവസരങ്ങളും സമയങ്ങളും ദീന് പഠിക്കാനും പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനും നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തും വേണം. നമുക്ക് ഓരോരുത്തർക്കും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് നൽകിയ സമയങ്ങളിൽ ബഹുഭൂരിഭാഗം നമ്മൾ ഈ പറയുന്നതല്ലാത്ത ഭൗതികമായ തൊഴിലുകളും ജോലികളും മറ്റുള്ള ചുറ്റുപാടുകളിലുമാണ് പല ആളുകളും അതിനെ ഉപയോഗിക്കുന്നത്. ദുരുപയോഗമായി മാറും. ദുന്യാവിൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കുള്ള തൊഴിലോ കച്ചവടമോ കൃഷിയോ ആവശ്യമുള്ള കാര്യങ്ങൾ നാം ഇടപെടണം. അതിന് യാതൊരു വിരോധവുമില്ല. ദീനുൽ ഇസ്ലാമിൽ അതിന് പ്രോത്സാഹനമുണ്ട്. തനിക്കും തൻ്റെ കുടുംബത്തിനും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ തൊഴിൽ ചെയ്യുന്നത് നല്ല നിയ്യത്തോടുകൂടെ മഹത്തായ ഇബാദത്താണ് താൻ. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ശേഷമുള്ള ഒരുപാട് സമയങ്ങൾ ആളുകൾ ഒരു ദീനിലും ദുന്യാവിലും ഉപകാരമില്ലാത്ത വിഷയങ്ങളിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്യുന്നത് പലപ്പോഴും കാണാൻ കഴിയും. അത് മാറ്റിവെച്ച് പ്രത്യേകിച്ച് ഇങ്ങനത്തെ നല്ല നല്ല അവസരങ്ങളും മാസങ്ങളൊക്കെ നൽകി അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ തയ്യാറാവും. അള്ളാഹുവിൻ്റെ ദീന് ഇന്ന് അത് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സൗകര്യങ്ങൾ മുൻ കാലങ്ങളെക്കുള്ള അപേക്ഷിച്ച് വളരെ എളുപ്പമാണ്, സൗകര്യപ്രദമാണ്. വളരെ എളുപ്പമാണ്, സൗകര്യപ്രദമാണ്. നമ്മുടെ കയ്യിലുള്ള ഇതുപോലത്തെ ഉപകരണങ്ങളിൽ കൂടെ നമുക്ക് ആളുകൾ ഇന്ന് ഈ പറയുന്ന ഉപകരണത്തിന് അത് വളരെ മോശമാണ്, അതുകൊണ്ട് ഉപദ്രവമാണ് എന്ന് പറയുന്നുണ്ട്. അതിൽ ഒരുപാട് ഉപദ്രവങ്ങളുണ്ട് താനും. പക്ഷേ നല്ല നിലയ്ക്ക് ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണെങ്കിൽ ഒരുപാട് ഉപകാരവും ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ടുണ്ട്. ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് വിലപ്പെട്ട സമയത്ത് അതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കാനുള്ള ലളിതമായ ഉപകരണങ്ങളിൽ കൂടെ നമുക്കത് ഇന്ന് മറ്റുള്ളവർക്ക് പ്രയാസമില്ലാതെ, മറ്റുള്ളവർക്ക് ആലോചനമില്ലാതെ, അസ്വസ്ഥമുണ്ടാക്കാതെ യാത്രയിലും തൊഴിലിൻ്റെ സമയത്തും വേറുള്ള വിശ്രമത്തിൻ്റെ സമയത്തുമൊക്കെ നമുക്കത് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യപ്രദമായ നിലയ്ക്ക് ഈ സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദീനിൻ്റെ കാര്യങ്ങൾ അത് കൃത്യമായി പഠിക്കാൻ തയ്യാറ്. അതിൽ പരിശ്രമം തന്നെ വേണം. ഇൽമ് നേടുക എന്ന് പറയുന്നതിൽ അതിൽ പരിശ്രമം ഉണ്ട് താനും, അതിൽ പ്രയാസമുണ്ട്. അങ്ങനെ വഅമ്മൻ നസീഹത്തു ലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലുള്ള അവരുടെ നേതൃത്വങ്ങൾക്ക് നസീഹത്ത് എന്ന് പറയുന്നത് വഹും ഉലാത്തുഹും, ഏറ്റവും ആദ്യം മുസ്ലിമീങ്ങളുടെ ഇമാമുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഭരണാധികാരികളാണ്. മിനൽ ഇമാമിൽ ആളം, ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലൊക്കെയുള്ള ഭരണാധികാരികൾ, അങ്ങനത്തെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഇമാമുൽ ആളം അതിലുണ്ട്. പിന്നെ മറ്റുള്ള അമീറുമാർ, അവർ നിശ്ചയിക്കുന്ന ജോലിക്കാർ, ഉത്തരവാദപ്പെട്ട ആളുകൾ, അവർക്കൊക്കെ ഈ പറയുന്ന നസീഹത്ത് അഇമ്മത്തുൽ മുസ്ലിമീൻ അവരോട് കാണിക്കുന്ന നസീഹത്തിന്റെ കീഴിലായിക്കൊണ്ടത് വരുന്നതാണ്. ഇലാ ജമീഇ മല്ലഹും വിലായത്തുൻ ആമ്മത്തുൻ ഔ ഖാസ, പൊതു
മുസ്ലിമീങ്ങളുടെ പൊതു നേതൃത്വമുള്ള ആളുകൾ, ഭരണാധികാരികളും അവർ നിശ്ചയിക്കുന്ന ആളുകളും. ഖാസായ പ്രത്യേകമായ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ മക്കളെ സംബന്ധിച്ച് ഔലിയാ ഉൽ ഉമൂറാണ്, കാര്യദർശികളാണ്. അതേപോലെ തന്നെ ഒരു ഭാര്യയെ സംബന്ധിച്ച് അവരുടെ ഭർത്താവ് അവരുടെ വലിയുൽ അംറാണ്, അവനനുസരിക്കാൻ ആ ഭാര്യ തയ്യാറാവണം. അള്ളാഹുവിനെതിരായ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു സൃഷ്ടിക്കും നമ്മൾ അനുസരിക്കാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടാവായ അള്ളാഹുവിനെ എതിര് ചെയ്യുക ഒരു സൃഷ്ടിക്കനുസരിച്ചുകൊണ്ട് അത് നമ്മോട് കൽപ്പിക്കപ്പെടാത്ത കാര്യമാണ്. നാം അനുസരിക്കേണ്ട ആവശ്യമില്ല തെറ്റായ കാര്യങ്ങളിൽ. അതല്ലാത്ത വിഷയങ്ങളാണ് എന്നുണ്ടെങ്കിൽ, ദീനിലും ദുനിയാവിലും നമ്മുടെ നന്മക്ക് അനിവാര്യമായ അത്യാവശ്യമായ കാര്യങ്ങളാണെങ്കിൽ ഈ ഔലിയാ ഉൽ ഉമൂർ കാര്യദർശികൾക്ക്, നേതൃത്വങ്ങൾക്ക് അനുസരിക്കാൻ തയ്യാറാവണം. അതൊരു മനുഷ്യന്റെ നിന്ദ്യത അല്ലതാനും, അവഹേളനമല്ലത്. അതൊരു മനുഷ്യന്റെ അവഹേളനത്തിന്റെ മേലോ നിന്ദ്യതയുടെ മേലോ അവന്റെ കുറവിന്റെ മേലോ അറിയിക്കുന്നതല്ല. ദീനുൽ ഇസ്ലാമിൽ നേതൃത്വങ്ങളെ അനുസരിക്കുക എന്ന് പറയുന്ന ഈ വിഷയത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കപ്പെട്ട ഒരു മതമാണ്. യാത്രയാണെങ്കിൽ 2-3 ആളുകൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു അമീറിനെ നിശ്ചയിക്കാൻ, ഒരു ദിവസം 5 നേരം മഹത്തായ ഈ ഇബാദത്ത് നിർവഹിക്കുമ്പോൾ ഒരു ഇമാമിന്റെ കീഴിൽ അച്ചടക്കത്തോടുകൂടെ ശ്രദ്ധയോടുകൂടെ നിർവഹിക്കാൻ, ഹജ്ജാണെങ്കിൽ, യുദ്ധമാണെങ്കിൽ, ഒരു ആൾക്കൂട്ടമാണെങ്കിൽ നേതൃത്വങ്ങൾ വേണം. നാഥനില്ലാത്ത പടകളായി ആളുകൾ, നേതൃത്വമില്ലാത്ത ആളുകളായി ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് അനുസരിക്കാതെ എല്ലാവരും കാര്യക്കാരും എല്ലാവരും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുമായാൽ ഫൗള എന്നാ പറയൽ പണ്ഡിതന്മാരത്. അഴിഞ്ഞാട്ടമായി മാറും. അത് അഴിഞ്ഞാട്ടമായി മാറും. തോന്നുന്നവരൊക്കെ നേതാക്കന്മാരായി, തോന്നുന്നവരൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അങ്ങനെയല്ല ഇസ്ലാം ദീൻ. ഈ പറയുന്ന നേതൃത്വങ്ങളെ അനുസരിക്കുന്ന വിഷയത്തിൽ ചില കാര്യങ്ങൾ നമുക്കൊരു പക്ഷേ താല്പര്യമില്ലാത്തത്, നമുക്കിഷ്ടമില്ലാത്തതുണ്ടാവാം. അവിടെ ക്ഷമിക്കാൻ വേണ്ടിയാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ ക്ഷമിക്കാൻ വേണ്ടി, ക്ഷമ അവലംബിക്കാൻ വേണ്ടി. അതല്ലാതെ മുസ്ലിമീങ്ങളുടെ ആ ഒത്തൊരുമയെ തകർക്കാനോ നേതൃത്വങ്ങൾക്ക് എതിരിൽ ഇറങ്ങിപ്പുറപ്പെടാനോ ഇതിനൊന്നും ദീനുൽ ഇസ്ലാമിൽ യാതൊരു അവകാശവും യാതൊരു അർഹതയും ഇല്ല തന്നെ. അനുസരിക്കേണ്ട ആളുകളെ അനുസരിക്കാൻ തയ്യാറാവണം. നമ്മോട് അല്ലാഹു സുബ്ഹാനഹു നിർബന്ധമാക്കിയ ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ അത് നിർവഹിക്കാൻ നാം തയ്യാറാവണം. നമുക്ക് അവരിൽ നിന്ന് ലഭിക്കാത്തത് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ട് നേടിയെടുക്കുകയും വേണം. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നേടിയെടുക്കാൻ തയ്യാറാവണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഖ്വാലുകൾ, അതുപോലെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഖ്വാലുകളൊക്കെ കാണാൻ കഴിയും. മനുഷ്യരായ നമുക്ക് ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും, പ്രത്യേകിച്ച് ഭരണാധികാരികളിൽ നിന്നാണെങ്കിലും നേതൃത്വങ്ങളിൽ നിന്നും നമ്മുടെ മേലെയുള്ള ആളുകളിൽ നിന്നൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആളുകൾ പലപ്പോഴും അവരെയൊക്കെ വിമർശിക്കാനും ആക്ഷേപിക്കാനും അവർക്കെതിൽ ഇറങ്ങി പുറപ്പെടാനും തയ്യാറാകും പല ആളുകളും. അത് ശരിക്കും വിഡ്ഢിത്തരമാണ്. അത് നമ്മോട് കൽപ്പിക്കപ്പെട്ടതിന് എതിരുമാണ്. നമുക്ക് ഈ പറയുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നുണ്ടെങ്കിൽ നാം നമ്മെ തെറ്റിദ്ധരിക്കുകയാണ് വേണ്ടത്. നാം നമ്മെ തെറ്റിദ്ധരിക്കുക. എൻ്റെ അടുത്തുള്ള തെറ്റുകൾ കൊണ്ട്, വീഴ്ചകൾ കൊണ്ട്, കുറവുകൾ കൊണ്ട് ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള പരീക്ഷണം ശിക്ഷയായിട്ട് ഇത് ഈ രൂപത്തിൽ വരുന്നതാവാം. അപ്പം നമ്മൾ അള്ളാഹുവിലേക്ക് തൗബയും ഇസ്തിഗ്ഫാറുമായി മുന്നിട്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് സഹായത്തെ തേടിക്കൊണ്ട് മുന്നിടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൽ നല്ല പരിഹാരങ്ങൾ ഉണ്ടാക്കി തരും. ഒന്നിരിക്കൽ നമ്മുടെ മേലെയുള്ള നേതൃത്വങ്ങൾ, അധികാരമുള്ള ആളുകൾ, അവർ നമ്മോട് ദയയും കാരുണ്യവും വാത്സല്യവും നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു തരുന്ന നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി തീർക്കും. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നമ്മുടെ തലപ്പത്ത് നിന്ന്, നേതൃത്വത്തിൽ നിന്ന് അവരെ മാറ്റി നല്ല ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച് നൽകി അവൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. ഖവാരിജുകളായ ആളുകൾ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരിക്കൽ വന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ നല്ല ഭരണാധികാരികളായിരുന്നു, നല്ല ഇമാമുകളായിരുന്നു. അലി, നിങ്ങൾക്ക് അങ്ങനെ ആകാൻ കഴിയണില്ല. നിങ്ങൾ അത്ര വലിയ ആ ഒരു നന്മയിൽ ഞങ്ങളുടെ മേൽ നേതൃത്വം അത് ആ അധികാരം ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. അലി റളിയല്ലാഹു അൻഹു അവരോട് അതിന് കൊടുത്ത മറുപടി, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ അവരുടെ ആളുകൾ, അവരുടെ ജനങ്ങൾ എന്നെപ്പോലത്തവരായിരുന്നു. എൻ്റെ കീഴിലുള്ള ആളുകൾ നിങ്ങളെപ്പോലത്തവരാണ്. എന്നെപ്പോലത്തെ ആളുകൾ അവരുടെ കീഴിൽ ജീവിച്ചപ്പോൾ
നല്ല നല്ല ഭരണാധികാരികൾ അള്ളാഹു ഞങ്ങൾക്ക് അവൻ്റെ ഔദാര്യം കൊണ്ട് അവൻ്റെ ഫضല് കൊണ്ട് നൽകി. എൻ്റെ കീഴിലുള്ള ആളുകൾ ജനങ്ങൾ നിങ്ങളാണ്, നിങ്ങളെപ്പോലത്തവരായപ്പോൾ എന്നെപ്പോലത്തെ ഭരണാധികാരിയെ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നു. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണെങ്കിലും ഒരു ഭാര്യയ്ക്ക് അവരുടെ ഭർത്താവിനെ കുറിച്ച് പരാതിയുണ്ടെങ്കിൽ അവൾ അവളുടെ ഭാഗം കൃത്യമായി ശരിയാക്കുകയും നന്നാക്കുകയും അവൾ നിർവഹിക്കേണ്ടുന്ന ബാധ്യതകൾ കൃത്യമായി ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്താൽ ആ ഭർത്താവ് അവൾക്ക് അനുകൂലമായ അവൾക്ക് സഹായവും അവളോട് സ്നേഹവും അവളോട് ആദരവും കാണിക്കുന്ന ആളായി അവൻ്റെ മനസ്സിനെ മാറ്റാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാപ്തനാണ്, കഴിവുള്ളവനാണ്. അതല്ലാതെ നടന്നിടത്തൊക്കെ ചെന്ന് പരാതി പറയുകയോ വിമർശനങ്ങൾ ഉണ്ടാവുകയോ ആ ബന്ധങ്ങളെ തകരാൻ കാരണമാവുകയോ ചെയ്യാതെ ക്ഷമ അവലംബിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് നിർവഹിക്കാൻ തയ്യാറാവുക. അതേപോലെ ഭരണാധികാരികൾ മറ്റുള്ള മുസ്ലിം ഭരണാധികാരികളാണെങ്കിലും മറ്റ് നാട്ടിലുള്ള നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഭരണാധികാരികളിൽ നിന്ന് വിമർശനങ്ങളും ഉപദ്രവങ്ങളും കാര്യങ്ങളുമാണെങ്കിലും നാം അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി പഠിച്ച് അവനിലേക്ക് തൗബയും ഇസ്തിഗ്ഫാറുമായി മുന്നോട്ട് പോയി അള്ളാഹുവിനോട് സഹായത്തെ തേടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യരിൽ നിന്ന് നമുക്ക് അർഹതപ്പെട്ടത് നൽകാവുന്നതേയുള്ളൂ. നല്ല നേതൃത്വങ്ങളെ നൽകാൻ, നല്ല ആളുകളെ നമ്മുടെ തലപ്പത്ത് കൊണ്ടുവന്ന് വെച്ച് തരാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അത് നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവേണ്ടതാണ്. അപ്പോൾ ആരോടാണെങ്കിലും ഈ മുസ്ലിം ഭരണാധികാരികളാണെങ്കിൽ അവരോട് പ്രത്യേകിച്ച് അവർക്കുള്ള ഹക്കുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശ്വാസപരമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളിലാണ് അതിനെക്കുറിച്ച് എഴുതുകയും പരാമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഗൗരവം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നു. അപ്പോൾ അവരോടുള്ള നസീഹത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അവർക്കുള്ള ആ നേതൃത്വം അത് അംഗീകരിച്ചു കൊടുക്കുക. അതാവശ്യമുള്ളതാണ്, ഇത് ദീനാണ്. നമ്മുടെ നേതൃത്വത്തിൽ ഇങ്ങനത്തെ അധികാരം അവർക്കുണ്ടാവുക എന്നത് ദീനുൽ ഇസ്ലാമിൽ പെട്ടതാണ്. ആ വിശ്വാസം വസ്സംഇ വത്വാഅതി ലഹും, നല്ല കാര്യങ്ങളിൽ അവർ പറയുന്നത് കേൾക്കാനും അത് അനുസരിക്കാനും തയ്യാറാകുക. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാകുക, നല്ല കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറാകുക. തെറ്റായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർക്ക് അനുസരിക്കേണ്ടതില്ല എന്ന് കരുതിയിട്ട് വിമർശനമായിട്ടോ എതിർപ്പുകളായിട്ടോ അപകടങ്ങൾ വിളിച്ചു വരുത്താൻ പാടില്ല. വഹസ്സിന്നാസി, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിലപാടുകൾ സ്വീകരിക്കുക. വഹസ്സിന്നാസി അലാ ദാലിക്, ഭരണാധികാരികൾ അനുസരിക്കണം, അവർ പറയുന്നത് കേൾക്കണം, അനുസരിക്കണം എന്ന് പറഞ്ഞ ആളുകളെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യാം. അവരെക്കുറിച്ചുള്ള കുറ്റങ്ങളും അവരെക്കുറിച്ചുള്ള മോശങ്ങളും കിട്ടുന്ന സദസ്സുകളിലൊക്കെ വെച്ച് ചെറിയ ചെറിയ പറഞ്ഞ് അവരോട് വെറുപ്പ് ആളുകൾക്ക് ഉണ്ടാകാനുള്ള പണിയെടുക്കാതെ, അയാൾ അങ്ങനെ ചെയ്തത് കണ്ടില്ലേ, അയാൾ ഇങ്ങനെ ചെയ്തത് കണ്ടില്ലേ, ആ പറഞ്ഞത് ശരിയായില്ല, ആ ചെയ്തത് ശരിയായില്ല, അങ്ങോട്ട് കൊടുത്തത് ഫണ്ട് അതല്ലായിരുന്നു, അയാളെ ജോലിക്ക് എടുക്കാൻ പാട്, ഇങ്ങനെ വിമർശനങ്ങൾ അവിടെ ഇവിടെയും സദസ്സിൽ വെച്ച് പറഞ്ഞ് പിന്നെ അതിങ്ങനെ ഊതി കത്തിച്ച് വലിയ തീയായി അത് വലിയ സമൂഹത്തിന് മുഴുവനും നാശത്തിലേക്കും അപകടത്തിലേക്കും കൊണ്ടുപോകുന്ന നിലക്കുള്ള വലിയ അപകടങ്ങളിലേക്ക് പോകാതെ അവരെക്കുറിച്ച് നന്മ പറയാനും അവർക്കനുസരിക്കാനും അവർ പറയുന്നത് കേൾക്കാനും ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള നസീഹത്ത്. വബദ്ലിമാ യസ്തതിഉഹു മിൻ ഇർഷാദിഹിം, നേതൃത്വത്തിലുള്ള ആളുകൾ ഒരു പക്ഷേ മനുഷ്യന്മാരാണ്, തെറ്റുകൾ അവർക്ക് പറ്റാം, വീഴ്ചകൾ ഉണ്ടാകാം. അപ്പോൾ അതിൽ നല്ല വഴിയിലേക്ക് അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. ദീനുൽ ഇസ്ലാമിൽ ഭരണാധികാരികളോടും നേതൃത്വത്തിലുള്ള ആളുകളോടും കൊടുക്കാനുള്ള അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരാൾക്ക് തൻ്റെ ഭരണാധികാരിയോട് എന്തെങ്കിലും നസീഹത്തുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭരണാധികാരിയും അവനും ഒറ്റക്ക് സ്വകാര്യമായിട്ട് ഇരുന്ന് കാര്യങ്ങൾ അവരോട് സംസാരിക്കുക. പരസ്യമായിട്ടോ ആൾക്കൂട്ടങ്ങളിൽ വെച്ചോ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചോ എന്നൊന്നല്ല, സ്വകാര്യമായിട്ടിരുന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്നിട്ട് കാര്യങ്ങൾ നല്ല നിലക്ക് ആദരവോടെ ബഹുമാനത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ അതിനുള്ള ഏതെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തെ ഈ പറയുന്ന എഴുത്തുകുത്തുകളോ അദ്ദേഹത്തിനായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട മറ്റുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ മുന്നിലേക്ക് വിഷയം നല്ല നിലയ്ക്ക് എത്തിച്ചു കൊടുത്തിട്ട് അറിയിക്കുക. അതിൻ്റെ വരും വരായികളൊക്കെ മനസ്സിലാക്കി ദീനിൻ്റെ നിയമങ്ങളും തെളിവുകളൊക്കെ ശരിക്കും പഠിച്ച് അവരെ മുന്നിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ പ്രകടനം നടത്തലോ പരസ്യമായിട്ട് വിളിച്ചു പറയലോ അവരവഹേളിക്കലോ ചീത്ത വിളിക്കലോ. നമ്മുടെ നാട്ടിലൊക്കെ ഭരണാധികാരികളെ പരസ്യമായിട്ട് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് തന്നാൽ പോലും മുസ്ലിമീങ്ങൾ ദീനുൽ ഇസ്ലാമിൻ്റെ ഈ ആദാബുകൾ പാലിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന അദബുകൾ നമ്മൾ പാലിക്കുക.
നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്, നാട്ടിൽ വേറുള്ളതുണ്ട് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പോലെ ഇറങ്ങാതെ ഇസ്ലാമിൻ്റെ അദബുകൾ പാലിച്ച് നമ്മുടെ ആവശ്യങ്ങളും അവകാശങ്ങളും അർഹതപ്പെട്ട നിലക്ക് അവരുടെ ചെവിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അള്ളാഹുവാണ് മനുഷ്യ മനസ്സുകളെ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ മൂർത്താവിൽ അള്ളാഹുവിൻ്റെ പിടുത്തമാണ്. അവരെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. നല്ല നിലക്ക് മുസ്ലിമീങ്ങളായ ആളുകൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റേതായ നല്ല ഫലങ്ങൾ, അതുകൊണ്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിത്തരും. മുസ്ലിമീങ്ങൾക്ക് അത് ഉപകാരപ്രദമായി വരും, മറ്റുള്ളവർക്ക് അത് മാർഗനിർദ്ദേശമാവുകയും ചെയ്യും. വബദ്ലി മാ യസ്തതിഉഹു മിൻ ഇർഷാദിഹിം വതംബീഹുഹും ഇലാ കുല്ലി മാ യൻഫഉഹും വയൻഫഉൻ നാസ്. അവർക്കും മറ്റ് മനുഷ്യർക്കും ഉപകാരപ്രദമായ കാര്യങ്ങൾ അവരെ ഉണർത്തുക, നല്ല നിലക്ക് ബഹുമാനാദരവോടുകൂടെ. ദീനുൽ ഇസ്ലാമിൽ അതിനെക്കുറിച്ച് നമുക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഉപകാരപ്പെടുന്നത് അവരുടെ ഭരണം നിലനിൽക്കും, നേതൃത്വം നിലനിൽക്കും, ആളുകൾ അവരെ ആദരിക്കും, ബഹുമാനിക്കും, ജനങ്ങൾ ഒത്തൊരുമയോടുകൂടെ മുന്നോട്ട് പോകും. അത് അവർക്ക് ഉപകാരമാണ്. ജനങ്ങൾക്കും തന്നെ അവരുടെ ദീനിലും ദുന്യവിയായ കാര്യങ്ങൾ നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ അവർക്ക് നല്ല നേതൃത്വങ്ങൾ ആവശ്യമാണ്. നീതിയുക്തമായ, നീതിയോടുകൂടെ ഭരണം നടത്തുന്ന നേതൃത്വങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവരെ ഉണർത്തുക. വ ഇലൽ ഖിയാമി ബിവാജിബിഹിം, അവരോടുള്ള നമുക്കുള്ള ബാധ്യതകൾ ഈ നസീഹത്ത് വേണം. അവരാവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് വേണ്ടി, സഹായത്തിന് വേണ്ടി, ശത്രുക്കൾക്ക് എതിരായിട്ട് അവർ യുദ്ധത്തിലേക്കോ മറ്റോ നമ്മൾ വിളിക്കുന്ന സമയത്ത് അതൊക്കെ ചെയ്യാൻ തയ്യാറാവുക. ഇങ്ങനെയാണ് ഭരണാധികാരികളോടുള്ള നസീഹത്ത് എന്ന് പറയുന്നത്. നല്ല നിലക്ക് കാര്യങ്ങൾ അവരോട് ഉപദേശിച്ച് ചെയ്യുക. അതല്ലാതെ ഭീഷണിപ്പെടുത്തിയോ എതിർത്തോ പരിഹസിച്ചോ ഒരുപാട് നന്മകൾ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വീഴ്ച പറ്റുമ്പോൾ നിങ്ങളിങ്ങനെയാണ് എന്ന് പറഞ്ഞ് വിമർശിക്കാതെ നല്ല നിലക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ മുസ്ലിം ഭരണാധികാരികളും നാട്ടുകാരും മുസ്ലിമീങ്ങൾക്ക് നേതൃത്വത്തിലുള്ള മറ്റുള്ള മാതാപിതാക്കളും മക്കളും ഭാര്യമാരും ഭർത്താക്കന്മാരും അവരുടെ ബന്ധങ്ങൾ അത് വിളക്കി ചേർത്ത് നല്ല നിലക്ക് മുന്നോട്ട് പോയി ദീനിലും ദുനിയാവിലും രണ്ടു കൂട്ടർക്കും ഖൈറായ നിലക്ക് അഭിവൃദ്ധിപ്പെടാനും സാധിക്കും. വഅമ്മൻ നസീഹത്തു ലിആമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്കുള്ള നസീഹത്ത് ഫബിഅൻ യുഹിബ്ബ ലഹും മാ യുഹിബ്ബു ലിനഫ്സിഹി, അവന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണോ അത് ആ മുസ്ലിമീങ്ങൾക്കും ഇഷ്ടപ്പെടാം. പണ്ഡിതന്മാർ ഇത് പറയുന്ന സമയത്ത് ഹദീസിൽ മിനൽ ഖൈരി എന്നുകൂടി പറയലുണ്ട്. നന്മയിൽ, ദീനിലും ദുനിയാവിലുമുള്ള നന്മയിൽ നമുക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത്, നാം ഇഷ്ടപ്പെടുന്ന കാര്യം ഏതാണ്, അത് തൻ്റെ മറ്റുള്ള സഹോദരന്മാർക്കും ഇഷ്ടപ്പെടാൻ തയ്യാറാകും. നന്മ എന്നെടുത്ത് പറയാൻ കാരണം ചില കൂട്ടുകാരൊക്കെ ഒരാൾക്ക് മയക്കുമരുന്ന് അവനിഷ്ടമാണെങ്കിൽ അതെനിക്കിഷ്ടമാണ്, അപ്പോൾ കൂട്ടുകാരനും അത് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്തിട്ട് അവനും കഞ്ചാവും മയക്കുമരുന്നും കൊണ്ടുപോയി കൊടുക്കും. ഒരാൾക്ക് മദ്യം ഇഷ്ടമാണ്, എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് അതൊഴിവാക്കാൻ വേണ്ടി ഈ ഹദീസ് പറയുന്ന സമയത്തിന് പണ്ഡിതന്മാർ പറയും മിനൽ ഖൈർ, ദീനിലും ദുനിയാവിലും നല്ലതായ കാര്യങ്ങൾ അവന് ഏതൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തൻ്റെ മറ്റുള്ള സഹോദരങ്ങൾക്കും ഇഷ്ടപ്പെടാനുള്ള ആ ഒരു മാനസികാവസ്ഥ. എനിക്കൊക്കെ അതൊക്കെ നല്ലതാണ്, അവന് അങ്ങനെയല്ല. ഓരോ കാര്യങ്ങളിലും വയക്റഹ ലഹും മാ യക്റഹു ലിനഫ്സിഹി, സ്വന്തം ശരീരത്തിന് വെറുപ്പുള്ള കാര്യങ്ങൾ മറ്റുള്ള അവർക്കും വെറുപ്പ്. ഇന്ന ഒരാൾ പരിഹസിക്കൽ എനിക്കിഷ്ടമല്ല, ഇന്നൊരാൾ ഇൻസൾട്ട് ചെയ്യൽ എനിക്കിഷ്ടമല്ല, എനിക്ക് അവകാശപ്പെട്ട ഹക്കുകൾ ഒരാൾ നൽകാതെ വീഴ്ച വരുത്തുന്നത് എനിക്കിഷ്ടമല്ല എങ്കിൽ അതുപോലെ മറ്റുള്ള സഹോദരങ്ങളെക്കുറിച്ച് അവനെ പരിഹസിക്കാൻ പാടില്ല. എന്നൊരാൾ ഗീബത്ത് പറയുന്നത് എനിക്കിഷ്ടമല്ല, അവനെ ഗീബത്ത് പറയാൻ ഞാൻ പാടില്ല. എന്നൊരാൾ അവഹേളിക്കുന്നത് എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ അവനെ അവഹേളിക്കാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും തനിക്ക് ഇഷ്ടമുള്ളത് ഏതൊക്കെയാണോ നല്ല കാര്യങ്ങൾ അതവർക്കും ഇഷ്ടപ്പെടാം, തനിക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ അതവർക്കും വെറുക്കുക. വയസ്അ ഫീ ദാലിക ബിഹസബിൽ ഇംകാൻ, കഴിവിൻ്റെ പരമാവധി അതിൽ പരിശ്രമം നടത്തുക, അതിനുള്ള ശ്രമങ്ങൾ നടത്തും ചെയ്യുക. ഫഇന്ന മൻ അഹബ്ബ ശൈഅൻ സആല, ആരെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ അവന് നടത്തും. എനിക്ക് ലഭിക്കാൻ വേണ്ടി ഞാൻ ശ്രമങ്ങൾ നടത്തുന്നത് പോലെ എൻ്റെ സഹോദരങ്ങൾക്കും അത് ലഭിക്കാനുള്ള ശ്രമങ്ങൾ എന്നാൽ കഴിയുന്ന എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ശ്രമം നടത്തും. ഓരോ ആളുകളും അതാണ് ആമ്മത്തുൽ മുസ്ലിമീങ്ങളോട് നമുക്ക് കാണിക്കാനുള്ള നസീഹത്ത്. അതാണ് വജ്തഹദ ലഹു ഫീ തഹ്ഖീഖിഹി വതക്മീലിഹി, അവന് ഉപകാരപ്പെട്ട നല്ല ആ കാര്യങ്ങൾ നേടിയെടുക്കാനും അതുള്ളത് പൂർത്തീകരിക്കാനും നമ്മളാൽ കഴിയുന്ന നിലക്കുള്ള പരിശ്രമം, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് പോലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. തൻ്റെ കഴിവിൻ്റെ പരിധിയിൽ ഒരു ദുആ കൊണ്ടെങ്കിലും
ദുആ ചെയ്തുകൂടെ? നമുക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഫന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസ്സറ നസീഹത ബിഹാദിഹിൽ ഉമൂരിൽ ഖംസ. ഈ 5 കാര്യങ്ങൾ, 5 വിഭാഗം ആളുകളോട് കാണിക്കേണ്ടുന്ന ആ നസീഹത്തിനെയാണ് വിശദീകരിച്ചു തന്നത്. അല്ലതീ തശ്മലുൽ ഖിയാമ ബിഹുഖൂഖില്ല. അള്ളാഹുവിനോടുള്ള ആ ഹക്കുകൾ അത് ഇതിൽപ്പെട്ടു. അവൻ്റെ ഗ്രന്ഥത്തിനോടും അവൻ്റെ റസൂലിനോടും മുസ്ലിമീങ്ങൾ സാധാരണക്കാരായ ആളുകളോടും അതേപോലെ തന്നെ ഭരണാധികാരികളും സാധാരണക്കാരുമായ ആളുകളോടും ഓരോ നിലവാരത്തിലുള്ള ആളുകളോടും ഈ പറയുന്ന കാര്യങ്ങൾ ഫശമില ദാലിക അദ്ദീന കുല്ലഹു. ഈ ഹദീസിൽ പറഞ്ഞതുപോലെ കൃത്യമായി ഒരാൾ പാലിച്ച് അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ അവൻ്റെ ദീന് മുഴുവനും ഇതിൽ ഉൾപ്പെട്ടു. ദീനിൻ്റെ സകലമാന മേഖലയും ഇതിൽ പെട്ടു എന്നുള്ളത്. പിന്നെ അതിലൊന്നും ബാക്കി വെക്കാനില്ല. ഇല്ലാ ദഖല ഫി ഹാദൽ കലാമി അൽ ജാമിഉൽ മുഹീത്തി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. പ്രവാചകന്റെ വളരെ കുറഞ്ഞ വാക്കുള്ളൂ, എന്നാൽ വിശാലമായ വിപുലമായ ആശയങ്ങൾ ഇതിൽ ഉൾപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിൽ കൂടെ പ്രവാചകൻ പറഞ്ഞ ഇതിൽ ഒരാളെ ദീനിൻ്റെ വിഷയത്തിൽ മാറ്റിവെക്കാനായിട്ട് വേറൊരു കാര്യങ്ങൾ ഇല്ലാത്ത നിലക്ക് പൂർണ്ണമായി ആസകലമുള്ള ഈ കാര്യം പ്രവാചകൻ വളരെ ഗൗരവത്തോടു കൂടെ പ്രാധാന്യത്തോടു കൂടെ അദ്ദീനുൻ നസീഹ അദ്ദീനുൻ നസീഹ അദ്ദീനുൻ നസീഹ. നമുക്ക് ഈ പറയുന്ന റമദാൻ മാസത്തിൽ ഇബാദത്തുകൾ ധാരാളം വർദ്ധിപ്പിച്ചു, ഭക്ഷണപാനീയങ്ങൾ കുറച്ച് മനുഷ്യൻ്റെ ശരീരത്തിന് അതിൻ്റേതായ ശരിയായ ഒരു ലെവലും അതിൻ്റെ ഒരു പരിധിയും അത് ശരിക്കും മനസ്സിലാക്കി ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും അതിൽ പറഞ്ഞ ആശയങ്ങൾ ആലോചിക്കുകയൊക്കെ ചെയ്ത് തൗബയും ഇസ്തിഗ്ഫാറും ദുആയുമായി കഴിച്ചുകൂട്ടുന്ന ഈ മാസത്തിൽ ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിനെ പാകപ്പെടുത്തി നല്ല ഒരു മുസ്ലിമായി അള്ളാഹുവിനോടും അവൻ്റെ കിതാബിനോടും അവൻ്റെ റസൂലിനോടും മറ്റുള്ള എല്ലാ മുസ്ലിമീങ്ങളോടും പ്രത്യേകിച്ച് മറ്റുള്ള സൃഷ്ടികളോട് മുഴുവനും ഈ നസീഹത്തോടു കൂടെ മുന്നോട്ട് പോയി അവനും മറ്റുള്ളവർക്കും രക്ഷയും സുരക്ഷയുമുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്ന നിലക്കുള്ള ഒരു ഉപദേശമാണ് ഈ ഹദീസിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയത്. ഇത്രയും ഭാഗങ്ങൾ ഞാൻ ഈ സദസ്സിൽ വെച്ചത് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലത്തെ അധ്യാപനങ്ങളും പാഠങ്ങളും അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി അതിനനുസരിച്ച് പാകപ്പെട്ട ഒരു ജീവിതം നയിക്കാനും അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് മരണപ്പെടുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ ഉപദേശങ്ങൾ കൃത്യമായി പാലിച്ചവനായി മരണപ്പെടാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. أقول هذا وأستغفر الله العظيم الجليل لي ولكم ولسائر المؤمنين والمؤمنات. سبحانك اللهم وبحمدك أشهد أن لا